തൃശൂർ പൂരം കലക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP MR അജിത് കുമാർ DGPക്ക് റിപ്പോർട്ട് നൽകി. ആർ അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ അങ്ങനെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. DGP ഇത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 5 മാസമായി അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് ഇന്നലെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും റിപ്പോർട്ട് 24-നകം സമർപ്പിക്കാൻ താൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ DGPക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതിലെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് അന്വേഷിച്ചത് ADGP MR അജിത് കുമാറാണ്. ADGP MR അജിത് കുമാറിനെതിരെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിക്കാമോ എന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് MR അജിത് കുമാർ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ച് ഇപ്പോൾ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി DGPക്ക് സമർപ്പിച്ചിരിക്കുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് എത്തും. എന്താണ് അതിലെ കണ്ടെത്തലുകൾ എന്നുള്ളത് ഇനി വഴിയെ അറിയാൻ കഴിയും. ഏതായാലും പോലീസിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തൃശൂർ പൂരം കലക്കി എന്നുള്ളതായിരുന്നു PV അൻവർ MLA ആരോപണം. അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി BJPയുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു നീക്കം നടത്തിയത് എന്ന് ADGP MR അജിത് കുമാറിനെ ലക്ഷ്യമിട്ട് PV അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പിന്നീട് UDFും ഒപ്പം തന്നെ CPIയും, പ്രത്യേകിച്ച് VS സുനിൽകുമാർ, തൃശ്ശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും CPIയുടെ നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാറും അതുമായി ബന്ധപ്പെട്ട ആരോപണം ഏറ്റുപിടിക്കുകയും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന വാർത്ത വന്നപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചത് VS സുനിൽകുമാർ തന്നെയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു വിവരാവകാശം നൽകുകയും ചെയ്തു. ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി, അതിൽ അന്വേഷണ സംഘം ആരാണ് അന്വേഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവരാവകാശം കൊടുക്കുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ നീക്കവും VS സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ വിവാദങ്ങൾ കത്തിപ്പിടിച്ചു നിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുന്നത്. സന്ധ്യ, രാഷ്ട്രീയ വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ തൃശൂർ പൂരം കലക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് ADGP DGPക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അനന്തൻ, ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, എന്താണ് കണ്ടെത്തൽ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്ന് ആരോപണ മുനയിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ അടിയന്തരമായി നീക്കാൻ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം തൃശൂർ പൂരത്തിലെ ആചാരപരമായ ചടങ്ങുകൾ അലങ്കോലപ്പെടുകയും അത് തടസ്സപ്പെടുകയും ചെയ്തത് ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അത് തൃശൂർ ഉള്ളവരെയും പൂരപ്രേമികളെയും ഒക്കെ വലിയ സങ്കടത്തിലാഴ്ത്തി. അതൊരു രാഷ്ട്രീയ വിവാദമായി ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ അത് ഉയരുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതൊരു ഗൗരവമുള്ള സംഗതിയാണ്, അത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുകയും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റാൻ തീരുമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിലീസ് ഇറക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ഇലക്ഷൻ കാലമായതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അതിനുശേഷം അങ്കിത് അശോകനെ അവിടെ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും അതൊരു ജനറൽ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റിയത് എന്നുള്ള കാര്യവും വ്യക്തമായിരുന്നു. അത് ആ നടപടിയുടെ ഭാഗമായിട്ടല്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. PV അൻവർ MLA ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോഴാണ് വീണ്ടും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായുള്ള സംഗതി രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും വിവാദം ഉണ്ടായത്. ആ വിവാദത്തിൽ പക്ഷേ പിടിച്ചു നിൽക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് വിശദീകരണം നൽകേണ്ടിയും വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണം നിഴലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. സന്ധ്യ, അനന്തൻ, മറ്റൊരു കാര്യം, ആരോപണ വിധേയനായ അതേ ADGP തന്നെയാണ് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ എത്രത്തോളം വസ്തുതകൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനാകും? സന്ധ്യ, ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് ADGPയെ തന്നെയാണ് ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഏതാണ്ട് 5 മാസം പിന്നിട്ട വേളയിലാണ് PV അൻവർ MLA ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉന്നയിക്കുന്നതും അതിൻ്റെ തുടർ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയമായ ചില കളികൾ ഉണ്ട് എന്ന് PV അൻവർ പറയുകയും അതിൽ പോലീസും ഭാഗഭാക്കാണ്, പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപിയെ
BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി BJPയുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ RSSുമായി ചേർന്നുകൊണ്ട് അവിടെ MR അജിത് കുമാർ അല്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തിക്കൊണ്ട് ആണ് ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചത്. അത് പിന്നീട് K മുരളീധരൻ അടക്കമുള്ള UDF നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉന്നയിച്ചു. അതിനൊപ്പം തന്നെ CPIയും ഇത് ഗൗരവത്തിൽ തന്നെ എടുത്തു. കാരണം CPI ആണ് അവിടെ മത്സരിച്ചത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു VS സുനിൽകുമാർ. അപ്പോൾ VS സുനിൽകുമാർ തന്നെ ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം അന്ന് തന്നെ ആവശ്യപ്പെട്ടു. പിന്നീട് ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഇന്നലെയാണ് തുടങ്ങുന്നത്. കാരണം 5 മാസമായി ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. അതിൽ ക്ഷേത്രം ഭാരവാഹികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നില്ല. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതുമില്ല. അത് വിവാദമായ ശേഷമാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സന്ധ്യ, അനന്തൻ, നമ്മൾ കണ്ടതാണ് ഘടകകക്ഷിയായി CPI ഉൾപ്പെടെ MR അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോൺഗ്രസും CPIയും കോൺഗ്രസും ഒക്കെ ശക്തമായി തന്നെ ഇതിനെ എതിർക്കുമോ എന്ന കാര്യവും കൂടി നമ്മൾ നോക്കേണ്ടതില്ലേ? സന്ധ്യ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പൂരച്ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ദൃശ്യമാണ്. അദ്ദേഹം ഈ പൂരത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്ര ജീവനക്കാരെയും പൂരത്തിൻ്റെ സംഘാടകരെയും ഒക്കെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നത് ആനയ്ക്ക് പട്ടയുമായിട്ടോ അല്ലെങ്കിൽ മുത്തുക്കുടയുമായിട്ടോ ഒക്കെ വന്ന് അല്ലെങ്കിൽ കുടമാറ്റത്തിനുള്ള കുടയുമായിട്ട് വന്ന ആ ആൾക്കാരെ തടഞ്ഞു നിർത്തി അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നിൽക്കുകയും അവിടെ ഒരു വാക്കുതർക്കം പോലീസുമായിട്ടുണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് അന്നത്തെ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാവുകയും അത് ചടങ്ങുകൾ അലങ്കോലപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ അതിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തരം ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇനിയിപ്പോൾ അറിയാനുള്ളത് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ നാടകമുണ്ടായിരുന്നു, അതിൽ പോലീസിലെ ഉന്നതരും ഭാഗഭാക്കായിട്ടുണ്ട് എന്നുള്ള ആരോപണം വരുന്നത്. അപ്പോൾ ഈ ADGP കണ്ടെത്തിയിരിക്കുന്ന അനുമാനങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ADGPയുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്, ഈ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ കുറ്റം ആർക്കാണ്, അതിൽ പോലീസിന് എന്തെങ്കിലും പങ്കുണ്ടോ, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, അതിന് മുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുകളിൽ ഉണ്ടായിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വരും. അപ്പോൾ അറിയാം MR അജിത് കുമാർ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത്.